ജനം വിധി എഴുതാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ സ്ഥാനാർത്ഥികൾ അവരുടെ അവസാനവട്ട വോട്ടുറപ്പിക്കുകയാണ്. ഇന്ന് നിശബ്ദ പ്രചാരണം, നാളെ വോട്ട് ഇടുകയാണ് ജനം. ഇപ്പോൾ എന്നോടൊപ്പം ഉള്ളത് എറണാകുളത്തിന്റെ സ്ഥാനാർത്ഥി UDF സ്ഥാനാർത്ഥി ഹൈബി ഈഡനാണ്. നല്ല ചൂടാണ്. വോട്ട് ഇനി അടുത്തെത്തി. നാളെയാണ് ജനം വിധി എഴുതുന്നത്. എറണാകുളത്തിന്റെ ഹൃദയത്തിൽ തന്നെയാണോ ഹൈബി? പൊരിയുന്ന വെയിലാണെങ്കിലും പൊള്ളുന്ന വിഷയങ്ങളാണ് രാജ്യത്തെ ബാധിക്കുന്നത്. അതുകൊണ്ടൊരു മതേതര ഇന്ത്യക്കായി വോട്ട് ചെയ്യണമെന്നാണ് എനിക്ക് ആദ്യമായി നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാനുള്ളത്. ഹൃദയത്തിലാണോ ഹൈബി ഈഡൻ എന്നുള്ളത് ജനങ്ങൾ എഴുതേണ്ട പ്രോഗ്രസ് കാർഡാണ്. അത് ഒരു ഹിസ്റ്റോറിക്കൽ വിൻ എറണാകുളത്ത് ഉണ്ടാവും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. കാരണം ജനങ്ങളിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ഫീഡ്ബാക്ക് അങ്ങനെയാണ്. പൊതുവെ നമ്മൾ പോയ ക്യാമ്പയിനിന് പോയ എല്ലാ ഇടങ്ങളിൽ നിന്നും സാധാരണയിൽ നിന്നും വിപരീതമായി കുറെ കൂടി എന്തൂസിയാസം ആളുകളുടെ ഇടയിലുണ്ട്. ഈ കഠിനമായ ചൂടിനെ അവഗണിച്ച് അവർ വോട്ട് ചെയ്യാൻ എത്തും. കാരണം അവരെ സംബന്ധിച്ചൊരു പ്രധാനപ്പെട്ട ഒരു ഓപ്പർച്യൂണിറ്റിയാണ് പ്രതികരിക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് ആളുകൾ നല്ല കമന്റ്സ് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ വലിയ പ്രതീക്ഷയോടുകൂടി ഇലക്ഷൻ നോക്കി കാണാണ് ഞങ്ങൾ. പക്ഷെ ഒരു തരത്തിലും ഞങ്ങളുടെ പ്രവർത്തനത്തിൽ ഒരു കുറവുണ്ടായിട്ടില്ല. ഞങ്ങൾ സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചത് ഇത്തിരി വൈകിയാണെങ്കിലും ഞങ്ങൾ പ്രചരണത്തിൽ ഒരിക്കലും പിന്നോട്ട് പോയിട്ടില്ല. അത് പരസ്യ പ്രചരണങ്ങളാണെങ്കിലും അഡ്വർടൈസ്മെന്റിന്റെ കാര്യത്തിലാണെങ്കിലും ജനങ്ങളെ കാണുന്ന കാര്യത്തിലാണെങ്കിലും ഞങ്ങളുടെ സ്ക്വാഡ് പ്രവർത്തനങ്ങൾ ഏറ്റവും ഭംഗിയായിട്ട് നടന്നൊരു കോൺസ്റ്റിറ്റ്യുവൻസിയാണ് എറണാകുളം. ഞങ്ങൾ ഇറക്കിയിട്ടുള്ള പ്രോഡക്ട്സ് ആണെങ്കിലും ഇപ്പൊ ഞാൻ 5 വർഷം MP എന്നുള്ള രീതിയിൽ ചെയ്ത കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനും ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ജനം നന്നായി വിലയിരുത്തും എന്നാണ് ഞാൻ കരുതുന്നത്. എറണാകുളം മണ്ഡലം UDFനെ സംബന്ധിച്ച് മറ്റ് വലിയ രീതിയിലുള്ള അടിയൊഴുക്കുകളൊന്നും പ്രതീക്ഷിക്കാത്ത ഒരു ഉറച്ച കോട്ട എന്ന് തന്നെ പറയാം. എങ്കിൽ പോലും പലപ്പോഴും ഇതിനു മുൻപ് നമ്മുടെ ചരിത്രമുണ്ട് UDFന് കാല് പതറിയ. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ അങ്ങനെ വല്ല ഏതെങ്കിലും തരത്തിലുള്ള ഒരു ടെൻഷൻ ഉണ്ടോ? അല്ല, ഒരിക്കലും അങ്ങനെ ഒരു സേഫ് സോൺ എന്ന് പറയുന്ന ഒരു സാധനം ഇല്ല. ജനങ്ങളെ നമ്മൾ ഡോണ്ട് ടേക്ക് ദം ഫോർ ഗ്രാന്റഡ്. അതുകൊണ്ടാണ് MP ആയി അതിന് ശേഷമുള്ള 5 വർഷവും ഓരോ ദിവസവും ക്യാമ്പയിൻ പോലെ തന്നെയാണ് ജനങ്ങളുടെ ഇടയിൽ നിലനിന്നിട്ടുള്ളത്. പാർലമെന്റിൽ സംസാരിക്കുകയോ MP ഫണ്ട് ചെലവഴിക്കുകയോ പദ്ധതികൾ നടപ്പാക്കുക മാത്രമല്ല, അതിനെല്ലാം അപ്പുറമായി ഒരുപാട് റീച്ച് ഔട്ട് പ്രോഗ്രാംസ് അവരുടെ ആരോഗ്യം, വിദ്യാഭ്യാസം ഒക്കെ മുൻ നിർത്തിയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്യുന്നത് ഒരു സേഫ് സോണിൽ അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. പക്ഷെ ജനങ്ങൾ ഒരിക്കലും നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. അവർക്ക് അവരുടെ കൂടെ ഒരാളായിട്ട് ഞാൻ അവരുടെ അടുത്തൊരു MPയോ ഒരു ജനപ്രതിനിധിയോ എന്നതിനേക്കാൾ കൂടുതൽ ഒരു ബോയ് നെക്സ്റ്റ് ഡോർ എന്നുള്ളതാണ്. അവർക്ക് ഹൈബി എന്ന് എന്നെ തികച്ചു വിളിക്കേണ്ട കാര്യമില്ല. അത്രയും അടുപ്പമുള്ള സൗഹൃദമുള്ള ആളുകളാണ്. അതുകൊണ്ട് തന്നെ അവരെ തീർച്ചയായിട്ടും വലിയ ഭൂരിപക്ഷത്തോട് ജയിപ്പിക്കും എന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കാം. ഇന്ന് ഡ്രസ്സിലും ഒക്കെ വളരെ വ്യത്യസ്തനായിട്ടാണ് കാണുന്നത്. സാധാരണ വെള്ളയൊക്കെ ഇട്ട് നമ്മൾ നടന്നൊരു വ്യക്തി ഇന്ന് വേറൊരു ഗെറ്റപ്പിലും കൂടി കാണുന്നുണ്ട്. അത് നിശബ്ദ പ്രചാരണമായതുകൊണ്ടാണ് ഒരു റിലാക്സിംഗ് ഡേ. സാധാരണ വെള്ളയും മാത്രമല്ല, ചിലപ്പോൾ ഒരു ട്രൈ കളർ ഷോളും ഉണ്ടാവും. കാരണം സ്ഥാനാർത്ഥിയെ ഐഡന്റിഫൈ ചെയ്യാൻ ഒരു കൂട്ടം ആളുകളുടെ ഇടയിൽ നിന്ന് അത് സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് നിൽക്കും. പക്ഷെ ഇന്ന് ഞങ്ങളുടെ കോളനിയിൽ തന്നെ, ഞാൻ സാധാരണ എല്ലാ വർഷവും കോളനിയിലെ ആളുകൾ നേരിട്ട് കാണാറുണ്ട്. അപ്പം ഇന്ന് സ്ലിപ്പ് കൂടി കൊടുക്കാം അതിനോടൊപ്പം എന്ന് കരുതി നമ്മുടെ സഹപ്രവർത്തകരായിട്ട് മണ്ഡലം പ്രസിഡന്റും UDF കൺവീനറും ബ്ലോക്ക് പ്രസിഡന്റും ഒക്കെ ആയിട്ട് ഞങ്ങൾ ഈ ഭാഗത്ത് കോളനിയിലൊന്ന് ഇറങ്ങിയതാണ്. കോളനിയിൽ സ്ലിപ്പ് കൊടുക്കാൻ ഇറങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു വേഷം തന്നെയാണത്. അതുകൊണ്ട് അത് വെച്ചൊന്നും. എന്തായാലും എല്ലാവിധ ആശംസകളും നേരുന്നു. വിജയിച്ച ശേഷം വീണ്ടും കാണാം. ക്യാമറാമാൻ മനോജ് കുമാറിനോടൊപ്പം നവമി ദിനേശ്, News 18 കൊച്ചി.